ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു ചെറിയൊരു ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ വീഡിയോസിലും വേറൊന്നുമല്ല, നമുക്കൊരു 1788 കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളൊന്ന് തള്ളി തന്നു കഴിഞ്ഞാൽ നമുക്ക് 2000 ആവാം. ചെറിയ സംഖ്യയാണ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നേരെ മറിച്ച് എനിക്കെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു കാര്യമാണ്, എനിക്ക് നല്ലൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് തള്ളി തന്നാൽ വലിയ ഉപകാരം. വലിച്ചു നീട്ടില്ല, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പാലക്കാട് കൂറ്റനാട് ജുമാ മസ്ജിദിൽ ഒരു നിസ്കാര സമയത്ത്, ഏത് നിസ്കാരം എന്ന് കറക്റ്റ് അറിയില്ല, നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ എന്ന വ്യാജേന കടന്നു കയറിയിട്ട് ഒരു ഐഫോണും മോഷ്ടിച്ചാണ്ട് കടന്നു പോയൊരു കള്ളൻ, മഹാ ഇൽമിയായ ഇബാദത്ത് ചെയ്യാൻ മുട്ടിയിട്ട് പള്ളി കയറി വന്നിട്ട് ഐഫോൺ കണ്ടപ്പം കണ്ണ് മഞ്ഞളിച്ച് ഐഫോണിട്ട് കടന്ന് കളഞ്ഞു. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് വൈകിട്ട് 4 മണിയോടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. നിസ്കരിക്കാൻ എന്ന രീതിയിൽ പള്ളിയിലേക്ക് കയറിയ യുവാവ് ജനൽപ്പടിയിൽ ഉണ്ടായിരുന്ന മൊബൈൽ മോഷ്ടിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് വിശദാംശങ്ങളുമായി ചേർന്നു. നിഖിൽ, വിവരങ്ങൾ ഇയാളെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുഹൈൽ, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ പ്രതിയെ. എന്താല്ലേ ഹിൽമിൻ്റെ പവർ കൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ആൾക്കൊരു ബോധോദയം വന്നത് ഒന്ന് ബാക്ക് തന്നെ നടക്കുക. എനിക്ക് തോന്നുന്നത് എന്താ റമദാന് പോലും പള്ളി പോകാത്ത ഏതോ നാറിയാണ്. വേറെ ഒന്നുമല്ല, പള്ളിയിൽ CCTV ഉണ്ടെന്ന് വരെ അവനക്കറിയില്ല. എങ്ങനെ പള്ളിയിൽ പോകലല്ലേ, അത്രയ്ക്ക് ഉണ്ട് ഹിൽമ്. ഏതായാലും പള്ളിയിൽ പോകണ്ടല്ല, ഹൈറ് കുറിച്ചുള്ള വിവരങ്ങൾ എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൂറ്റനാട് വാവന്നൂരിലെ ജുമാ മസ്ജിദിലാണ് അവന് മൂട്ടിൽ തീ പിടിച്ച മാതിരി ആണ്ടും കെട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം പള്ളിയിൽ നിസ്കരിക്കാനല്ല, അവിടെയുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ, പെട്ടെന്ന് എടുത്ത് മണ്ടാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടാകുന്ന ഇങ്ങനെ തരികയാണ്. എലി കൂട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ മാതിരി ാണ് യുവാവ് ഐഫോൺ കവരുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ യുവാവ് നിസ്കരിക്കാൻ എന്ന വ്യാജേന പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ആളുകൾ നിസ്കാരത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ നിസ്കരിക്കാനെന്ന വ്യാജേന പള്ളിക്ക് പ്രവേശിച്ച് അതിനുള്ളിൽ എന്താണ് തനിക്ക് കൊണ്ടുപോകാനുള്ളത്, തനിക്ക് മോഷ്ടിക്കാൻ എന്താണ് ഉള്ളത് എന്ന് യുവാവ് പരതുന്നു. നല്ല തടിയും വലിപ്പൊക്കെ ഉണ്ടല്ല, അധ്വാനിച്ച് ജീവിച്ചു പൊട്ട. നെല്ലിന് അരികിൽ ഒരു ഐഫോൺ ഇരിക്കുന്നുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് പൊടുന്നനെ തന്നെ യുവാവ് ഈ ഹാളിൽ നിന്ന്, നമസ്കാരം നടക്കുന്ന ഹാളിൽ നിന്ന് തന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റുള്ള ആളുകൾ അവിടെ നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഈ യുവാവ് പുറത്തുകൂടെ പോയി ജനലിലൂടെ കൈയിട്ട ആ മൊബൈൽ ഫോൺ അവിടെ നിന്ന് എടുത്ത ശേഷം കടന്നു കളയുകയാണ്. അവന്റെ മാന്യത മനസ്സിലാക്കണം. ഉള്ളുന്ന് അവൻ പോയി എടുത്തില്ല. ശരിക്കും ഉള്ളുന്ന് എടുത്ത് പോകാനുള്ളൂ. ഉള്ളുന്ന് എടുത്ത് പോയാൽ അപ്പം ഇങ്ങനെ അതിന് ശ്രദ്ധയിൽപ്പെട്ടാലോ. അപ്പോൾ അവൻ്റെ ബാഗ് മൂലയിൽ വെച്ചിട്ടുണ്ട്. ആ ബാഗ് എടുത്ത് പുറത്തുകൂടെ പോയിട്ട് ഐഫോൺ എടുത്ത് കടന്നു കളഞ്ഞു. ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ കാണാതെ അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇവിടെ വന്നുപോയ യുവാവാണ് ഇത് മോഷ്ടിച്ചത് എന്നുള്ളത് വ്യക്തമായത്. വാവന്നൂർ സ്വദേശിയായ മൊബൈൽ ഫോണിന്റെ ഉടമ ചാലിശ്ശേരി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ CCTV ദൃശ്യവും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു. സൈബർ സെല്ലിന് ഈ ദൃശ്യങ്ങൾ കൈമാറിയതായി ചാലിശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ മുഖം വ്യക്തമായതിനാൽ അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. സുഹൈൽ, ഏതായാലും ആ പൊട്ടൻ്റെ എന്താ പറയുക, ആ പൊട്ടൻ്റെ ലുക്ക് മാത്രമല്ല മുഖം വരെ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. മിക്കവാറും അവനെ പൊക്കും. പിന്നെ അവൻ കൊണ്ടുപോയിട്ടുള്ള ഐഫോണല്ലേ, ഐഫോൺ അങ്ങനെ ഇങ്ങനെയൊന്നും വേറൊരാൾക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത്രയും സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ്. ഐഫോണിനെ പുകഴ്ത്തി പറയില്ല, അങ്ങനെയാണെന്നാണ് കേട്ടറിവ്. അപ്പോൾ ഏതായാലും ആള് പൊട്ടനാണ്. റമദാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ മാസത്തിൽ പോലും പള്ളിയിൽ പോവാത്ത, പള്ളിയുടെ പരിസരത്ത് പോലും പോവാത്തവനാണ്. അല്ലെങ്കിൽ ഈ വക ഉടായിപ്പ് CCTV ഉള്ള പള്ളി പോയി കാട്ടുമോ? എടാ പൊട്ട, CCTV ഉണ്ടെന്നെങ്കിലും നോക്കണ്ടല്ലേ ചെയ്യും. അപ്പോൾ എന്താ പള്ളിക്ക് CCTV ഉണ്ടാവില്ല എന്നാണ് ധാരണ. മറ്റുള്ള സ്ഥാപനങ്ങളിലും മറ്റിടത്തൊക്കെ ഉണ്ടാവും, പള്ളിയിൽ ഉണ്ടാവില്ല എന്നാണ് ധാരണ.
പള്ളിയിൽ നിസ്കരിക്കല്ലേ, അവിടെ എന്തിനാ CCTV? നിസ്കാരം ചെയ്ത ആൾക്കാർ പോവില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു മൈൻഡുള്ളവനാവും. ഞാൻ നേരത്തെ പറഞ്ഞേ, ഹിൽമ കൂടിയിട്ടേ ചെറുപ്പത്തിലെങ്ങാനും പള്ളി പോയതാവും. CCTV കണ്ടുപിടിക്കുന്നതിന് മുന്നേ. കാലം മാറിയതാ, മാറിയിട്ടില്ല. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവത്തിൻ്റെ വീടാണ് പള്ളികളെന്ന് പറഞ്ഞത്. ആ ദൈവത്തിൻ്റെ വീട്ടിനുള്ളിൽ കയറിയിട്ട് തന്നെ ഈ ഉമ്മാരി തെമ്മാടിത്തരം കാണിച്ച് ഇവനൊക്കെ എന്താ പറയണ്ടേ? വല്ലാത്ത യാതി. അത്രയൊക്കെ ഉണ്ട് അവനക്ക് ദൈവത്തിനെ പേടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഏതായാലും ആളെ പൊക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ തന്നെ ആളെ പൊക്കിയിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ ന്യൂസുകൾ ഇനി കാണുകയാണെങ്കിൽ അതും കൂടി നമുക്ക് കാണാം. ആളെ അങ്ങനെ വെറുതെ ആളെ വിടാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ഇബാദത്ത് ചെയ്യുന്നൊരു പള്ളിയിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുക. പള്ളിയായാലും അമ്പലമായാലും എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ആരാധനാലയങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് ഈ വക ഉഡായിപ്പ് കാണിക്കുന്നവരൊന്നും വെറുതെ വെക്കാൻ പാടില്ല.